കൊറോണ പറയാനോന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ കർത്താവേ. അച്ചോ അച്ചോ ആ അച്ഛാ, അച്ഛനെങ്ങാനും കൊറോണ വന്നോ ഇനി? ആ പാപ്പന ആ ആ പാപ്പ കുർബാനൊന്നും ഇല്ല പാപ്പ, പള്ളിയൊക്കെ അടച്ചിട്ടിരിക്കുക. അതിന് ഞാൻ കുർബാനക്ക് വന്നതല്ല അച്ചോ, ഒരു ലേശം വൈനുണ്ടെങ്കിൽ തരണം. വൈനാ? എന്ത് വൈൻ? ബിഷപ്പ് വൈൻ. കയ്യും കാലും മറിച്ചിട്ട് പാടില്ല അച്ചോ, ഒരു തുള്ളി തരണം. അത് കലക്കി. വൈനും കീരൊന്നുമില്ല പാപ്പ, സ്ഥലമിടാൻ നോക്ക്. എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ, ഒരു ലേശം കൊണ്ടാ. പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ. പാപ്പ നിന്നിട്ട് കാര്യമില്ല, വൈനൊന്നുമില്ല. സ്റ്റാൻഡ് വിട്ട്, സ്റ്റാൻഡ് വിട്ട്. ഒരു ലേശം വൈനല്ലേ ചോദിച്ചുള്ളൂ. നമ്മുടെ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയവനല്ല അച്ചോ. ആ അത് ശരിയാണല്ലോ. താനേ ആ കിണറ്റിന്ന് 2 ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പൊക്കോട്ടാ. ബാക്കിയുള്ള ഒന്നും ഒരു തുള്ളി കുടിച്ചിട്ട് ദിവസങ്ങളായി. അതിലിടയ്ക്കാ അയാളുടെ ബിഷപ്പ് പോയി. എന്താ ഇവിടെ നിക്കണേന്നാ ചെന്ന് കയറി നോക്കാം. അങ്ങട് നിങ്ങളുടെ അതിന് തുണിയിലാണ്ട് കിടന്ന് തുള്ളുണ്ട് അവിടെ. സാനിറ്റൈസർ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് പല പ്രാവശ്യം സാമാനം വീട്ടിൽ കയറ്റിരുന്നു. കൊറോണ എന്ന് വെച്ചാൽ അവനെ അടിച്ച് അവിടെ ഞാൻ ചെക്കൻ വീണ്ടും തീർത്ത് കുടിക്കാൻ നിൽക്കണം. ഒരു പ്രാവശ്യം കുടിച്ച് എന്റെ ക്ഷീണം ഇതുവരെ തീർന്നല്ലേ. അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ് ബേബി ഡാൻസ് സിമ്പിൾ മൂവ്സ് தெரியாது வெளிநாடன் മൂൺ വാക്ക് ആ വാള് കൊഞ്ഞ പൂക്കളം ഇട്ടു കവലയിൽ നാള് കളിച്ചു നോക്കി ചിരിച്ചു ചേച്ചി. എടാ നീ എന്ത് തെണ്ടിത്തരി കാണിക്കണേ? തെണ്ടിത്തരോ? ആ ചേട്ടായിക്ക് ഓർമ്മയുണ്ടാ? എന്ത്? ആളൂർ കല്ലട ബാറിലും ഇരിഞ്ഞാലക്കുട ജോളി ബാറിലും പേരാമ്പ്ര കൊട്ടാരം ബാറിലും അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കുറെ പ്രതാപാലുണ്ടായിട്ടുണ്ട്. മദ്യം കിട്ടാനുള്ള ഞാൻ ഡാൻസ് കളിക്കട്ടെ, എന്നെ കൊണ്ട് നിർത്തിക്കരുത്. പാട്ടിട്, പാട്ട് വെക്കാൻ തിരിഞ്ഞു നോക്കി ഞാൻ വിളിച്ചു ഡാൻസ് ഇവനൊരു മാങ്ങാണ്ടി മോർണായോണ്ടാ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട്. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. മോന്ത മാങ്ങാണ്ടിയാണെങ്കിലും മറ്റേ കാവുമുണ്ടും മറ്റേ അടയാളങ്ങളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതേ കാവുമുണ്ട്. നോക്കി സാറേ, കര മാറ്റമുണ്ടാ? സാറത് ശരിക്കോളന്നാ, അത് 2 അടിയുള്ളു. എന്താ സാറേ? മാസ്ക് മാറ്റടാ. ഇല്ല സാറേ. പോലീസാണ് പറയുന്നത്, മാസ്ക് മാറ്റടാ. ആര് പറഞ്ഞാലും മാസ്ക് മാറ്റണ്ടെന്ന് ഞങ്ങളുടെ മോദിജി പറഞ്ഞിട്ടുണ്ട് സാറേ. പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. മോദിജിയുടെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല സാറേ. മാസ്ക് മാറ്റ്. അയ്യോ, 2 ചുമ ലക്ഷണമാണ്. ഇല്ല സാറേ, ഞാൻ അത് മാത്രം ചെയ്യില്ല. ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ 8 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. എനിക്കൊരു ചെറിയ ഭാര്യയും 2 ചെറിയ പെൺകുട്ടികളുള്ളതാണ്. എന്നെ മരണത്തിലേക്ക് തള്ളരുത് സാർ, പ്ലീസ് സാർ. സോറി. അയ്യോ സാറേ, ഞാൻ പോവില്ല. ഭാര്യ വിളിച്ചോടിയെങ്കിലും 2 പിള്ളേരുള്ള സാർ. എന്താണ് വിഷമിക്കണ്ട, ഞാൻ പോവാം. അയ്യോ, ഇത് കൂടാട്ടാ. അവസാനായിട്ട് ചോദിക്കുക, ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റില്ല? ഇല്ല സാർ, ഇനി കൊറോണ കഴിയാണ്ട് ഞാൻ മാസ്ക് മാറ്റില്ല. ഒന്ന് പോടാ. മണ്ടം വിശ്വസിച്ചു. വല്ലതും നടക്കൂ സാറേ. മനുമോൻ ടെൻഷൻ അടിക്കണ്ട, അവൻ നമ്മൾ പൊക്കിയിരിക്കും. പിന്നെ ഈ പോയവൻ, ഇവന്റെ 1-2 സാധനങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്നേ. മതി മതി മതി, മതിയുടെ കുത്തിയത് ഇട്. ഞാൻ മാത്രമല്ല, ഇനി മോളിൽ കൂടെ ഡ്രോ വന്നാലും സീനില്ല. ഫേസ് കിട്ടില്ലല്ലോ. നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ സുമേഷ്? പിന്നെ എന്തിനാ സ്കെച്ച് പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണേ? എന്റെ പൊണ്ണ് സെഡിയെ, ഈ സീനും പറഞ്ഞ എന്നെ ഒഴിവാക്കല്ലേ. സുമേഷ് എന്താ
ഞാനാടാ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ മനസ്സിലാവില്ല. നീ ഇങ്ങനെ വേഷം മാറി നടന്നോ? പോലീസ് നിന്നെ പൊക്കു സുമേഷേ. റേഷൻ കടയിൽ നിന്ന് അരിയും മണ്ണാണി വാങ്ങി എന്നോട് പള്ളിത്താഴത്ത് ചെന്ന റോക്കറ്റ് പൊക്കി. എന്നോട് മാസ്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥനയും മോദിജിയുടെ വാക്കുകളോട് മാത്രമായിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്റെ ഫോട്ടോ ഒക്കെ അവന്മാരിലുണ്ട്, നല്ല ക്ലിയർ ഉള്ളത്. അവര് നിന്നെ പൊക്കും സുമേഷേ. അവന്മാര് ഇതേ പള്ളിത്താഴം വരെ എത്തിയിട്ടുണ്ട്. ആ എന്നാരും വിളിക്കണ്ട കേട്ടാ, ഞാൻ വല്യമാരെ വീട്ടിൽ പോവാ. സുമേഷേ സാധനം എവിടെ? എനിക്ക് പേടിയാവണല്ലേ. എന്റെ പൊന്നളിയ, ഇത് നമ്മൾ കല്യാണത്തിന് പറത്തണ പോലത്തെ നോർമൽ ഡ്രോൺ അല്ല. ഇതിനകത്ത് ഫുൾ സെൻസറാണ്, ചിപ്പുണ്ട്. ഈ ചിപ്പുണ്ടല്ല, നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിപ്പ് എന്നൊക്കെ പറഞ്ഞ അമ്മാരി ചിപ്പാണളിയാ. തൊണ്ടി, അതായത് ഡ്രോൺ. നിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകൂ. നീ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ? കുഴിച്ചെടുത്തപ്പോ കിട്ടിയത് പശുവിന്റെ ശവം. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതുപോലെ ഒരു കാരണവശാലും ഈ തൊണ്ടി ആ തെണ്ടികൾക്ക് കിട്ടരുത്. അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടല്ലോ. ഏയ്, എത്ര അടി താഴ്ചയിൽ നിനക്ക് കുഴിച്ചിടാൻ പറ്റും? അങ്ങനെ ചെയ്താലും സിഗല് കിട്ടും. ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത്. ഇല്ലടിയാ, ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്യ്. എന്തിനാ എന്റെ ഹാൻഡിലിടണേ? അവന്റെ ഹാൻഡിലിട്ടാ പോലെ. കറക്റ്റ്. നിന്റെ കിണറാ സേഫ്. ജമ്മത്ത് പറ്റില്ല. ഫിംഗർ ചിപ്സ്. അയ്യോ, ഇനി ഞാൻ പറ്റു കൊണ്ടാറാം. ലളിയ വണ്ടി എടുക്കണം. അല്ലടാ, പശുവിനെ കുളിപ്പിക്കുക. കണ്ടില്ലേ? അല്ലളിയാ, ഇവിടുത്തെ കിണറങ്ങനെ വേനൽക്കാലത്ത് പറ്റുമോ? എന്തേ പറ്റിക്കണ? ഇവിടുത്തെ കിണറും കുളവും പുഴയൊക്കെ പറ്റുമ്പോഴേ ഉള്ളിലൊരു ടെൻഷൻ. എന്തളിയാ, നിനക്കിപ്പോ ഭയങ്കര പരിസ്ഥിതി സ്നേഹമുള്ള. ആ, അടിക്കാത്തോണ്ടോ തോന്നുന്നു. വല്ലാത്ത പരിസ്ഥിതി സ്നേഹം. നല്ല കാര്യ. അളിയാ, നിവൃത്തിയില്ലാത്തോണ്ട് ചോദിക്കുക. തന്തയ്ക്ക് വിളിക്കരുത്. അതെ, 2000 രൂപ വരാം. ഒരു വെക്ക് തരും. ഇല്ലല്ലേ? ഒരു രക്ഷയില്ല. അയ്യോ, പോലീസ് അല്ല, എക്സൈസ്. മോനെ, നിന്റെ കുപ്പി പൊട്ടി. നീ അല്ലടാ ഇത്? അതെ. കുപ്പി വിടറ. എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല സാറേ. നിന്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിന്റെ വീട്ടിനകത്തുണ്ടോന്നൊന്ന് തപ്പട്ടെ. സതീശാ. ആ സാർ. ആ പറയും നോക്ക്, അരിച്ചു പറിക്കാൻ നോക്കണം. എൻ്റെ അടിയിൽ വല്ലതും കിടിയില്ല. അവിടെ ഒന്നും നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പിടിച്ചു വെച്ചിരിക്കുന്നോ? പറ. ഉള്ള സത്യം പറഞ്ഞോ, ഇല്ല എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കെ. എവിടെ വെച്ചിരിക്കുന്നു? എവിടെ വെച്ചിരിക്കുന്നു? പറ. അതിന്റെ മോനെ എവിടാ കുപ്പി? പറ. കുപ്പിയൊക്കെ ഞാൻ അടിച്ച് തീർത്ത് സാറേ. എന്നിട്ട് ഇതവിടെ പുള്ളിയെ
നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ എവിടെ കൊണ്ട് താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കേട്ടോ. അളിയ നീ ഒരു ഭീകരനാട്ടാ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ തെവട്ടെ കൊണ്ടേടാ താഴ്ത്തിയത്? അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ, ഞാൻ ഒന്ന് രോമാഞ്ചം കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലളിയ. ഒരു 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 ക്ലൂ എങ്കിലാ. ഒരു കാര്യം ഞാൻ പറയാം, അത് വെള്ളത്തിനടിയിലാ. കിണറ്റില്ല. ശുക്ര, ഞാൻ പെട്ടു. എന്റെ സുമേഷെ, നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാം സെറ്റാണ്, തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയ, പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടേ താഴ്ത്തി അവനെ പൊക്കി എന്നെ പൊക്കും. എന്റെ പള്ളി.